AICC ആസ്ഥാനത്ത് ആഘോഷങ്ങളുടെ ഒരു പാരമ്യം നമ്മൾ നേരത്തെ വിളിച്ചപ്പോ അനൂപ് സൂചിപ്പിച്ചു. ഇപ്പോൾ അത് ശ്മശാന മൂകതയ്ക്ക് വഴിമാറിയോ? ഹരിയാനയിൽ എന്ത് സംഭവിച്ചു എന്നാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത്? ഇവിടെയായിരുന്നു നേരത്തെ ആഘോഷവും ആഹ്ലാദവും എല്ലാം. പക്ഷേ ഇപ്പോഴത് കുറഞ്ഞിട്ടുണ്ട്. ആ ആഹ്ലാദവും ആഘോഷവും കാണാനില്ല. പക്ഷേ ഈ നിമിഷവും കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നുണ്ട്, വിജയം പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ആഘോഷം നടത്തിയ ആളുകളെല്ലാം തൊട്ടപ്പുറത്ത് ഇരിക്കുന്നുണ്ട്. അല്പസമയത്തിനു ശേഷം ആഹ്ലാദ പ്രകടനം ഇവിടെ നടത്താൻ കഴിയുമെന്ന ഉറച്ച ആത്മവിശ്വാസം കോൺഗ്രസിനുണ്ട്. സമാനമായിരുന്നു ഹിമാചൽ പ്രദേശിലെ തിരഞ്ഞെടുപ്പ് ഫലം എന്നത് നമ്മൾ കാണേണ്ടതാണ്. ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് അല്പം മുന്നിട്ട് നിന്നു, BJP കുറേ നേരം മുന്നിട്ട് നിന്നു. അത് കഴിഞ്ഞ് വീണ്ടും കോൺഗ്രസ് വെച്ചടി കയറി അധികാരത്തിലേക്ക് പോകുന്ന കാഴ്ചയായിരുന്നു ഹിമാചൽ പ്രദേശിൽ കണ്ടത്. സമാനമായ ഒരു കാഴ്ച ഇപ്പോൾ വീണ്ടും കാണുന്നു. അങ്ങനെയാണോ സംഭവിക്കുക എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. വെറും 2 റൗണ്ട് മാത്രമേ പല മണ്ഡലങ്ങളിലും എണ്ണിക്കഴിഞ്ഞിട്ടുള്ളൂ. 15ഉം 17ഉം 19ഉം എല്ലാം റൗണ്ട് വോട്ട് എണ്ണിക്കഴിയാനുണ്ട്. നില മെച്ചപ്പെടുത്തിയിരിക്കുന്നു. 35 സീറ്റിലേക്ക് പരിമിതപ്പെട്ടു പോയിരിക്കുന്നു കോൺഗ്രസ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഹരിയാനയിൽ നിന്ന് 50, 35 ഒരു കോൺഗ്രസ്സുകാരനും ഇന്ന് രാവിലെ മുതൽ ഇതുവരെ ചിന്തിക്കാത്ത ഒരു നമ്പറിലേക്ക് വഴിതെറ്റി വീഴുകയാണ് കോൺഗ്രസിന്റെ പട്ടിക. 35 ഇടങ്ങളിൽ മാത്രം ലീഡ്. 50ഇടത്ത് BJP ഉയർന്നു നിൽക്കുന്നു. 50ഇടത്ത് BJP എന്ന് പറയുമ്പോൾ കോൺഗ്രസ്സുകാരെന്നല്ല BJP പോലും പ്രതീക്ഷിച്ചിട്ടില്ല. ഇന്ത്യയിലെ ഒരു തെരഞ്ഞെടുപ്പ് സർവേ ഏജൻസിയും ഇത് പ്രവചിച്ചിട്ടില്ല. പക്ഷേ അനൂപ്, ഇപ്പോഴും ഷെൽജി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ ഞങ്ങൾ 60 സീറ്റിന് മുകളിൽ നേടും എന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നതിന്റെ പിന്നിൽ എന്താണ്? 2 റൗണ്ടുകളാണ് കഴിഞ്ഞിരിക്കുന്നത്, ഇനിയും റൗണ്ടുകൾ ബാക്കിയുണ്ട്. അതായത് വോട്ടെണ്ണൽ 20% പോലും ആയിട്ടില്ല എന്ന വസ്തുത അവിടെ നിൽക്കുകയാണ്. പക്ഷേ ഇതൊരു സൂചനയായി വായിക്കാമല്ലോ. കോൺഗ്രസ് ഇപ്പോഴും ആത്മവിശ്വാസം കൊള്ളുന്നതിന്റെ രഹസ്യം എന്താണ്? അതായത് ആദ്യ റൗണ്ട് വോട്ടെണ്ണിയപ്പോഴാണ് കോൺഗ്രസ് ഏതാണ്ട് 60 സീറ്റൊക്കെ നേടുമെന്ന നിലയിലേക്ക് കാര്യങ്ങൾ ട്രെൻഡ് നമ്മൾ കണ്ടത്. 2ാം റൗണ്ട് എത്തുമ്പോൾ അതിനൊരു മേൽക്കൈ BJPയിലേക്ക് വരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ, പറഞ്ഞു തുടങ്ങിയതുപോലെ 17ഓ 19ഓ റൗണ്ടൊക്കെ എണ്ണാനുണ്ട് പല മണ്ഡലങ്ങളിലും. ഇപ്പോൾ ജുലാനയിൽ തന്നെ നമ്മൾ പരിശോധിച്ചാൽ 15 റൗണ്ടാണ് അവിടെ വോട്ടെണ്ണാനുള്ളത്. ഒരു റൗണ്ട് മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ. ആദ്യ റൗണ്ട് വോട്ടെണ്ണി കഴിയുമ്പോൾ 217 വോട്ടിന് അവിടെ മുന്നിട്ട് നിൽക്കുന്നത് വിനേഷ് ഫോഗട്ടാണ്. ഇങ്ങനെ എല്ലാ മണ്ഡലങ്ങളിലും ഇനിയും ഏതാണ്ട് 90%-ലധികം വോട്ടെണ്ണാനുണ്ട്. അതുതന്നെയാണ് കോൺഗ്രസിനുള്ള ആത്മവിശ്വാസം. കോൺഗ്രസ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുന്നതിന് മുൻപ് തന്നെ ഞങ്ങൾ എത്ര സീറ്റിൽ വിജയിക്കും എന്ന് ഗ്രൗണ്ടിൽ കണക്കെടുത്ത് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് 48 സീറ്റിൽ ഉറപ്പായും വിജയിക്കുമെന്നായിരുന്നു കോൺഗ്രസിന്റെ ഇന്റേണൽ സർവേ വ്യക്തമാക്കിയ കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ കൃത്യമായ ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിലേക്ക് വരുമെന്ന് ഷെൽജ പറയുന്നത്. ആ കണക്കാണ് കോൺഗ്രസിന്റെ കയ്യിലുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ അങ്കലാപ്പ് കോൺഗ്രസിന് ഈ വിഷയത്തിൽ ഈ കണക്കുകളിൽ ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് ഷെൽജയുടെ ആത്മവിശ്വാസം, അതുകൊണ്ടാണ് ഹൂഡയുടെ ആത്മവിശ്വാസം, അതുകൊണ്ടാണ് ദേവീന്ദർ സിംഗ് ഹൂഡയുടെയും ആത്മവിശ്വാസം. കോൺഗ്രസ് പ്രവർത്തകർ ആ ആത്മവിശ്വാസത്തിലാണ് ഇപ്പോൾ പ്രതീക്ഷ അർപ്പിച്ചു നിൽക്കുന്നത്.